ഷെഡ് കെട്ടി ഓതാൻ. ആലോചിക്കണം, മുജാഹിദുകളുടെ പരിപാടി എന്ന് കേൾക്കുമ്പോ അതൊക്കെ പുത്തൻവാദികളുടെ പരിപാടിയാണ്, അതൊക്കെ പേഴ്ചകൂട്ടരുടെ പരിപാടിയാണ് എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടല്ലോ. ആലോചിക്കണം, നമ്മൾ അതിനൊന്നും പോണ്ട, നമ്മളെ ഖുർആൻ ക്ലാസ് നമ്മൾ നടത്തുന്നില്ലേ എന്നാണല്ലോ നമ്മളോട് ചിലരൊക്കെ ചോദിക്കുന്നത്. ഈ ഖുർആൻ ക്ലാസ് ഇസ്ലാഹി പ്രസ്ഥാനം സംഘടിപ്പിച്ചപ്പോ ഞങ്ങൾ പിഞ്ഞാണത്തിൽ എഴുതുന്നതിനെ എതിർത്തിട്ട് നിങ്ങൾ ക്ലാസ്സിലാക്കുകയാണോ ഖുർആൻ എന്ന് ചോദിച്ചാ കേരളത്തിലെ മുസ്ലിയാക്കന്മാര് പരിഹസിച്ചത്. ഇപ്പൊ എല്ലാവർക്കും ഖുർആൻ ക്ലാസ്, ഖുർആൻ സ്റ്റഡി സെന്റർ, ഖുർആൻ സ്റ്റഡി സെന്റർ പരീക്ഷ, ഖുർആൻ സ്റ്റഡി സർക്കിൾ, സ്ത്രീകൾക്ക് പ്രത്യേക ഖുർആൻ ക്ലാസ്, പുരുഷന്മാർക്ക് പ്രത്യേക ഖുർആൻ ക്ലാസ്, നാട്ടിൽ മുഴുവൻ ഖുർആൻ ക്ലാസ്. ഇസ്ലാഹി പ്രസ്ഥാനം വരുത്തിയ മാറ്റാണത്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇവിടെ ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ ഖബറിന്റെ മുകളിൽ ഷെഡ് കെട്ടുന്ന ഏർപ്പാട് ഇപ്പൊ ഉണ്ടോ? വളരെ കുറഞ്ഞു, കാണാൻ തന്നെ ഇല്ല പലയിടത്തും. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോഴും. എന്താ ഇല്ലാതായത്? ഏത് മൊയിലിയാരാണ് നമ്മളോട് വന്ന് ഉറുദി പറഞ്ഞത്, വയല് പറഞ്ഞത് ഈ ഖബറിന്റെ മുകളിൽ ഷെഡ് കെട്ടി ഓതാൻ പാടില്ല? ഒരു മൊയിലിയാരും വയല് പറഞ്ഞിട്ടില്ല, മുജാഹിദീങ്ങളാ പറഞ്ഞത്. നിർത്തിയില്ലേ? എന്താ കെട്ടാത്തത്? ഷെഡില്ലാത്ത കെട്ടാൻ സൗകര്യമില്ലാത്തോണ്ടാ? ഈ കുട്ടികളോട് പറഞ്ഞാൽ, ഈ വാടക സ്റ്റോറിന്റെ കുട്ടികളോട് പറഞ്ഞാൽ മതി, എടാ എന്റെ വല്യാപ്പ മരിച്ചത് ഖബർ പുറത്തൊരു ഷെഡ് കെട്ടണല്ലോ എന്ന് പറഞ്ഞാൽ ചോദിക്കുക എന്താണെന്നറിയോ? എന്താണ് കാക്ക ഇപ്പൊ ഷെഡ് കെട്ടിയിട്ടൊന്നും കാര്യമില്ല, മൊയ്യന്മാർക്ക് ഇരിക്കാൻ കഴിയില്ല, നമുക്കൊരു എയർ കണ്ടീഷന്റെ ഹൈമ കെട്ടാമെന്ന് പറയും. അത്രയും സൗകര്യമാണ്. എയർ കണ്ടീഷന്റെ ഹൈമ കെട്ടിത്തരും ഇവര്. പിന്നെ മൊയ്യന്മാരാ ഇല്ലാത്തത് കൊല്ലത്തിൽ 600 മർക്കസ് തന്നെ ഇറങ്ങുന്നുണ്ട്. ബാക്കി എത്ര കോളേജ്? മൊയ്യന്മാരെ തടഞ്ഞിട്ട് നാട്ടിൽ നടക്കാൻ വയ്യ. എന്നിട്ട് എന്തേ ആരും ഓദിക്കാത്തത്? അത് ദീനല്ല എന്ന് മുജാഹിദുകൾ നിരന്തരമായി പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി ദീനല്ല. ഖുർആൻ ക്ലാസ് പോയി, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഖുർആൻ ക്ലാസ് എല്ലാവർക്കും കാണാതറിയാ. യാസീൻ വല്യാപ്പ മരിച്ച് കുട്ടീനോട് പറഞ്ഞു, മോളെ എടുത്ത ചോദ്യം യാസീൻ. കുട്ടി ഉമ്മാനോട് പറഞ്ഞു, ഓതണ്ടുമ്മ. അത് ഓതണ്ട. യാസീൻ തന്നെ ഉള്ള എന്താന്ന് വെച്ചാൽ യുന്തിറ മൻകാര ഹയ്യാന്ന, ജീവിച്ചിരിക്കണവരെ താക്കീത് ചെയ്യാനാ അള്ളാഹ് ഖുർആൻ ഇറക്കിയത്. പിന്നെ അത് വല്യാപ്പാന്റെ വയ്യത്തിന്റെ അടുത്ത് നോദിയിട്ട് എന്താ കാര്യം? ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഇങ്ങനല്ലേ യാസീനിലുള്ളത്, അപ്പൊ മരിച്ചിടത്തുനിന്ന് ഓതണം എന്നുള്ളതിന് എമ്മക്ക് എന്താ തെളിവ്? ഉസ്താദ് പറഞ്ഞു, ഇനി വഹാബിയായി, അതുകൊണ്ട് ഓതണ്ടുമ്മാതാ മോളെ മറുപടി. ഖുർആൻ പഠിച്ചപ്പോണ്ടായ ഗുണാത്. ഖുർആൻ പഠിച്ചപ്പോ ഈ നാട്ടിലുണ്ടായ മാറ്റമാണത്. മുജാഹിദുകൾ ഖുർആൻ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോ ഈ ആളുകൾ ആശയം മനസ്സിലാക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ തുടങ്ങിയത്. ഇതറിയാൻ പാടില്ല എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്തത്? ഈ ഖുർആനൊക്കെ നിങ്ങളവിടെ വെച്ചോ, അതൊക്കെ നമ്മൾ തൊട്ടാലും നമ്മൾ അറിഞ്ഞാലും ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. പണ്ടൊക്കെ ഞാനൊക്കെ മദ്രസ പഠിക്കുന്ന കാലത്ത് ഓർമ്മയുണ്ട്, ഖുർആൻ മദ്രസക്ക് കൊണ്ടുപോലെങ്ങനെ ഒരു തുണീന്റെ ഉറയുണ്ടാവും. ആ ഉറയിൽ വിട്ടിട്ട് ഏതാണ്ട് ഒരു 1.5 മീറ്റർ നീളമുള്ള ഒരു ചരടും ഉണ്ടാവും. എന്നിട്ട് അതുകൊണ്ട് ചുറ്റി 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 കെട്ടി ഇതൊന്ന് എടുത്ത് നോക്കണം എന്ന് പറഞ്ഞാൽ അത് കഴിക്കണ ആലോചിച്ചിട്ട് അത് അയച്ചെടുക്കണ ആലോചിച്ചിട്ട് ആരും തൊടൂല. അങ്ങനെ വീട്ടിലെ പ്രത്യേകമായിട്ട് ഇങ്ങനെ വെക്കും, എടുക്കാനൊന്നും പറ്റാത്ത സ്ഥലത്ത്. എന്നിട്ട് മനുഷ്യന്മാരോട് പറഞ്ഞു, എന്ത് ഇത് നിങ്ങൾ അങ്ങനെയൊന്നും ഓതേണ്ട കാര്യമല്ല, പിന്നെ നമ്മക്ക് രക്ഷപ്പെടാനല്ലേ, സ്വർഗത്തിലെത്താനല്ലേ, അതിനുള്ള വഴി നമ്മളെടുത്തിട്ടുണ്ട്. മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കൂമേ. ഈ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ അക്ഷരത്തെറ്റില്ലാതെ ഓതിയ സ്വർഗം തരാൻ നല്ല പറഞ്ഞിടോ? ഇല്ല. നിങ്ങൾ ഇതിനകത്ത് ഓതാൻ മെനക്കെടുന്നത്. നേരെ മറിച്ച് ഈ മുഹീദ്ദീന്മാരുണ്ടല്ലോ, മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക്, അതിലുള്ള വാക്കുകളൊന്നും വിട്ടുപോകാതെ, അക്ഷരങ്ങളൊന്നും വിട്ടുപോകാതെ, ഇതൊന്നും തെറ്റിപ്പോകാതെ നിങ്ങൾ ഈ മുഹീദ്ദീമാല മുഴുവനങ്ങി ചൊല്ലിയാൽ മണിമാടം തന്നെ സ്വർഗത്തിൽ കിട്ടും. സ്വർഗത്തിൽ എത്തൂന്നല്ല, അവിടെ മണിമാടം കിട്ടും. പിന്നെ ആരാ ഖുർആൻ ഓതാൻ നിൽക്കണ്? ആളുകൾ മാലയെല്ലാം തുടങ്ങി, ആളുകൾ മാല പാടാൻ തുടങ്ങി. ആ മാല പാടുമ്പോ ആളുകൾക്ക് തോന്നി അള്ള വലിയ കാര്യമൊന്നുമല്ല. കാരണം എന്താ? അള്ളാഹിനേക്കാൾ വലിയ ഈ ശൈഖ്മാർ. യഥാർത്ഥത്തിൽ ഈ മാലകൾ എന്താന്ന് പറഞ്ഞാൽ, മാലകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമുക്ക് കാണാം, ബോർഡിന്റെ മുകളിൽ പോയാൽ ആ റോഡിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോകുമ്പോ കുറെ ബോർഡ്, എന്താ LDF വരട്ടെ എല്ലാം ശരിയാവും എന്നൊരു കൂട്ടർ. വേറെ കൂട്ടർ വഴിമുട്ടിയ കേരളം വഴികാട്ടാൻ BJP. വേറെ കൂട്ടർ. ഒരു കൂട്ടർ എന്താണ്? തുടരണം ഈ ഭരണം, വളരണം നമ്മുടെ നാട് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു കൂട്ടർ.
അതിന് പുറമെ പ്രകടന പത്രിക, ചെയ്യുന്ന ആനുകൂല്യങ്ങളൊക്കെ. ഇപ്പൊ ഏതാണ്ട് എന്ത് തീർന്നു എന്ന് ചോദിച്ചാൽ അരിക്ക് കൊടുക്കാനുള്ള ആനുകൂല്യമൊക്കെ തീർന്നു. അരി വെറുതെ കൊടുക്കാന്ന് പറയാനല്ലാതെ അതിലപ്പുറം വേറെ കഴിയൂലല്ലോ. ഇനി ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് വരാൻ പോകുന്ന ആനുകൂല്യം എന്താന്ന് വെച്ചാൽ റേഷൻ പീടികയിൽ വന്ന് 5 കിലോ അരി വാങ്ങിയാൽ കൂടി 25 ഉറുപ്പിക കൂടി തരും എന്ന് ഇനി ഒരു കൂട്ടർ പറയേണ്ടി വരും. അക്കോലത്തിൽ ആനുകൂല്യങ്ങൾ. യഥാർത്ഥത്തിൽ ഈ പ്രകടന പത്രികയാണ് ത്വരീഖത്തിന്റെ മാലകൾ എന്ന് പറഞ്ഞത്. ത്വരീഖത്തുകളുടെ പ്രകടന പത്രിക നമ്മുടെ ഡൽഹിയിലൊക്കെ നടന്നല്ലോ സൂഫികളുടെ സമ്മേളനം. ബഹുമാനപ്പെട്ട കാന്തപുരം പങ്കെടുത്ത, മോഡി ഉദ്ഘാടനം ചെയ്ത സൂഫികളുടെ സമ്മേളനം ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഞാനത് പിന്നീട് വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. ചുരുക്കി ഒറ്റ വാചകം ഞാൻ പറയട്ടെ. ഇതിലെ വൈരുദ്ധ്യം, സൂഫിസം എന്ന് പറഞ്ഞാൽ ആളുകൾ പറയും സ്നേഹമാണ്, അല്ലേ? അവർക്ക് ആരോടും ഒരു വിരോധവും ഇല്ല. കിട്ടുന്നിടത്ത് തിന്നുക, കിട്ടുന്ന ഉടുക്കുക, എന്നിട്ട് പാടുക, നടക്കുക. ഇതാണ് അവരെ പരിപാടി. സൂഫി എന്ന് പറഞ്ഞാൽ വേറെ ഒരു ദുനിയാവുമായിട്ടൊരു ബന്ധമില്ല. ഇപ്പോഴത്തെ സൂഫികളെ കേട്ടോ, ഇപ്പോഴത്തെ സൂഫികളൊക്കെ കോടീശ്വരന്മാരും വലിയ വലിയ ആളുകളുമാണ്. ആ സൂഫിസം വരുന്ന കാലത്ത് ദുനിയാവിനോടുള്ള ഒക്കെ ഒഴിവാക്കിയിട്ട് പരലോകത്തെ കുറിച്ച് ചിന്തിച്ച് എവിടെയെങ്കിലും കിട്ടുന്ന തിന്നും, കിട്ടുന്ന പുതപ്പ്, രോമത്തിന്റെ പുതപ്പ് ധരിക്കും. വലിയ വസ്ത്രമൊന്നുമില്ല, രോമത്തിന്റെ. അതുകൊണ്ട് ആ സൂഫി എന്നുള്ള പേരെന്നെ വന്നത്. രോമത്തിന്റെ ഒരു പുതപ്പ്, പിന്നെയോ പാട്ടുപാടി ലോകസഞ്ചാരം. ഇതാ സൂഫിസം. സ്നേഹമാണ്, സ്നേഹം. ഫാസിസോ കൊല്ലാന്നുള്ള ഫിലോസഫി അല്ലാതെ ഫാസിസത്തിന് വേറൊന്നില്ല. ഫാസിസത്തിന് ഉണ്ടായത് മനുഷ്യന്മാരെ കൊല്ലാനാണ്, തങ്ങളുടെ എതിരാളികളെ നശിപ്പിക്കാനാണ്, അവരെ ഉന്മൂലനം ചെയ്യാനാണ്. അത് ഫാസിസത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ ചരിത്രം പരിശോധിച്ചാലും ഫാസിസ്റ്റ് നേതാക്കളും ഫാസിസ്റ്റ് തത്വശാസ്ത്രവും മനുഷ്യരെ കൊല്ലാനും കൊന്നൊടുക്കാനുമല്ലാതെ ഈ ലോകത്ത് പ്രവർത്തിച്ചിട്ടില്ല എന്ന് കാണാൻ കഴിയും. ആ ഫാസിസവും ഈ സൂഫിസവും തമ്മിൽ കൈകോർക്കുന്നു. എന്താ കാര്യം? രണ്ടു കൂട്ടർക്കും മുഖം രക്ഷിക്കണം. ഇവിടുത്തെ ഫാസിസ്റ്റുകൾക്ക് മുഖം രക്ഷിക്കണം. എന്താ പ്രശ്നം? ഈ നാട്ടിൽ അധികാരത്തിലേറി ജനങ്ങളെ രക്ഷപ്പെടുത്തും എന്നൊക്കെ പറയുന്ന ഈ ആളുകൾ, ആ ജനവിഭാഗം ഇന്ന് ഇവിടെ ഇന്ത്യ രാജ്യത്തെ ക്യാമ്പസുകൾ പോലും സംഘർഷഭരിതമാക്കി. പാവപ്പെട്ട ആളുകൾക്ക് ആനുകൂല്യങ്ങൾ നൽകുമെന്ന് പറഞ്ഞവർ പാവപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ നൽകാനില്ലെന്ന് മാത്രമല്ല, പാവപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നില്ലെന്ന് മാത്രമല്ല, പിന്നോക്ക ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്നില്ലെന്ന് മാത്രമല്ല, യുവജന വിഭാഗങ്ങൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നില്ലെന്ന് മാത്രമല്ല, അത്തരം ആളുകളുടെയൊക്കെ വെറുപ്പ് ദിവസം തോറുമല്ല നിമിഷം തോറും സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. അവരുടെ മുമ്പിലൊന്ന് രക്ഷപ്പെടണം. അതിന് ഫാസിസം സൂഫിസത്തെ കൂട്ടുപിടിക്കുന്നു. സൂഫിസത്തിന്റെ ആവശ്യമോ? ഇവിടുത്തെ കേരളത്തിലെ സൂഫീനെ എടുത്തോളൂ. കേരളത്തിൽ പങ്കെടുത്ത വലിയ സൂഫിയാണല്ലോ കാന്തപുരം. ഒരൊറ്റ മുടിന്റെ മുകളിൽ സകലം തകർന്നു വീണു, അല്ലേ? ഒരു മുടിയുടെ മുകളിൽ സകലം തകർന്നു വീണു. സംഘടന തരിപ്പണമായി, ഗ്രൂപ്പുകളായി ചിന്നിച്ചിതറി. അതുവരെ ഞങ്ങൾ കാന്തപുരത്തിന്റെ മക്കളാണ് എന്ന അഭിമാനത്തോടുകൂടി നമ്മളോടൊക്കെ വാദപ്രതിവാദത്തിൽ വന്ന് പറഞ്ഞ മൊയ്ലിയാമാര് ഇപ്പൊ തെരുവിൽ നടന്ന് പ്രസംഗിക്കുന്നത് എന്താ? കാന്തപുരം പച്ച കള്ളനാണ്, പള്ളിക്ക് പണം പിരിച്ചാൽ കൊടുക്കാത്ത ആളാണ് പ്രസംഗിക്കാൻ തുടങ്ങി.